നമസ്കാരം. തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നാണ് നേതാക്കൾക്കും പ്രവർത്തകർക്കും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇന്നലെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിലാണ് ഖാർഗെ ഇക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ശക്തമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു ഖാർഗെ. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ അടുത്ത് നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ദയനീയമായ പ്രകടനമാണ്. ഒന്ന് ഹരിയാനയിൽ, മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ. രണ്ടിടത്തും കോൺഗ്രസിന് ഭരണം കിട്ടിയില്ല. ഹരിയാനയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്താണ്. അവിടെ നിന്നും ഭരണം പിടിക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. വീണ്ടും പ്രതിപക്ഷത്തേക്ക് ഒതുക്കപ്പെട്ടു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാടി സഖ്യമാണ്. അവർ കഴിഞ്ഞ കുറേ വർഷമായിട്ട് പ്രതിപക്ഷത്താണ്. ഇത്തവണ ഭരണം പിടിക്കുമെന്ന രീതിയിലാണ് ഇറങ്ങിയത്. എന്നാൽ അവിടെ നാണം കെടുന്ന തോൽവിയാണ് മുന്നണിയെയും കോൺഗ്രസിനെയും കാത്തിരുന്നത്. അവിടെ NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു. ഈ 2 സംസ്ഥാനങ്ങളിലെയും ഫലം അവലോകനം ചെയ്യാനും തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാനും വേണ്ടിയാണ് ഇന്നലെ പ്രവർത്തക സമിതി യോഗം ചേർന്നത്. ഖാർഗെ പ്രധാനമായിട്ടും പറഞ്ഞത്, 2 ഇടങ്ങളിലും കോൺഗ്രസിന് അനുകൂലമായ ഒരു അന്തരീക്ഷം, തെരഞ്ഞെടുപ്പ് ജയിക്കാമായിരുന്ന അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. അതിൻ്റെ കാരണങ്ങളാണ് അദ്ദേഹം തേടുന്നത്. അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിൽ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അതിനെ വിജയത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഖാർഗെ ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹം ചോദിക്കുന്നത്, എത്ര കാലം ഇങ്ങനെ ദേശീയ നേതാക്കളെയും ദേശീയ വിഷയങ്ങളെയും ഒക്കെ മുൻനിർത്തി ഒരു സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ കഴിയുമെന്നാണ്. കാരണം ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ പറയുന്ന ഗാന്ധി കുടുംബത്തിലെയും അല്ലെങ്കിൽ താരപ്രചാരകരായിട്ടുള്ള മുതിർന്ന ദേശീയ തലത്തിലെ നേതാക്കളെയും ഒക്കെ അവിടെ ഇറക്കി പ്രചരണം നടത്തി കൊഴുപ്പിച്ചുകൊണ്ട് വിജയം നേടുക എന്നതാണ് കോൺഗ്രസ് ഓരോ സംസ്ഥാനങ്ങളിലും ലക്ഷ്യമിടുന്നത്. അതിൽ പ്രധാനം ഈ പറഞ്ഞതുപോലെ ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. സോണിയാഗാന്ധി, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെയാണ്. പ്രിയങ്കയാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലെയും താരപ്രചാരകയായിട്ട് വരുന്നത്. പ്രിയങ്കയ്ക്ക് വേണ്ടിയുള്ള ഡിമാൻഡാണ്. ഓരോ സംസ്ഥാനങ്ങളും ഓരോ സ്ഥാനാർത്ഥികളും അത്തരത്തിൽ തങ്ങളുടെ മണ്ഡലത്തിൽ വന്ന് തങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം നേതാക്കളെ കൊണ്ടുവന്ന് പ്രചരണം നടത്തി മാത്രം വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പല സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകുന്നത്. അതൊന്നും പറ്റില്ല എന്ന്, അതുകൊണ്ട് മാത്രം ജയിക്കാനാകില്ല എന്ന ഖാർഗെ മുന്നറിയിപ്പ് നൽകുകയാണ് ഇന്നലത്തെ യോഗത്തിൽ ചെയ്തത്. അതാത് സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലെ തദ്ദേശീയമായ വിഷയങ്ങൾ, പ്രാദേശികമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ വിജയം വരിക്കണം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതിന് നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങൾ അടുത്തിടെ തന്നെയുണ്ട്. അതിലേറ്റവും മികച്ച ഉദാഹരണം എന്ന് പറയുന്നത് കർണാടകയും തെലുങ്കാനയുമാണ്. കർണാടക കഴിഞ്ഞ 5 വർഷം BJP ഭരണത്തിലായിരുന്നു. അവിടെ നിന്നുമാണ് 2022 കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത്. അവിടെ പ്രധാനമായും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യ, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ PCC അധ്യക്ഷന DK ശിവകുമാർ, ഈ 2 നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു. അവരാണ് അവിടെ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്, പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അവിടെ ആ സർക്കാരിനെതിരായ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ഒരു 40% കമ്മീഷൻ സർക്കാരിന് ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന് ഓരോ പദ്ധതികൾക്കും 40% കമ്മീഷൻ വേണം, അത്തരത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലുള്ളൊരു നരേഷൻ കൊണ്ടുവന്ന് അത്തരത്തിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയി ശക്തമാക്കി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അത് താഴെ തട്ട് മുതൽ ആളിക്കത്തിച്ച് മുന്നോട്ട് കൊണ്ടുവന്നാണ് 337 സീറ്റുകളോടെ അവിടെ ഒറ്റയ്ക്ക് ഭരണം പിടിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. BJPയുടെ എല്ലാത്തരം വർഗീയതകളെയും തച്ചുടച്ചുകൊണ്ടായിരുന്നു അവിടെ മിന്നുന്ന വിജയം നേടിയത്. അത് കഴിഞ്ഞാൽ തെലുങ്കാനയാണ്. തെലുങ്കാനയിൽ 0 നിന്നുമാണ് രേവന്ത് റെഡ്ഡി എന്ന PCC അധ്യക്ഷനായിരുന്ന വ്യക്തി പാർട്ടിയെ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ അദ്ദേഹം അവിടെ ഭരണം നടത്തുന്നത്. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലുങ്കാന രൂപപ്പെട്ട ശേഷം 2 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നാമാവശേഷമായി മാറുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്നും തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 1.5 വർഷം മുൻപ് PCC അധ്യക്ഷനായിരുന്ന രേവന്ത് റെഡ്ഡി അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹം റാലികൾ നടത്തി സർക്കാരിനെതിരായ വികാരം, ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചു.
സർക്കാരിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി, ജനവിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാട്ടി, അങ്ങനെ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനം നടത്തിയതുകൊണ്ട് 1.5 വർഷത്തോളം നീണ്ട ശക്തമായ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് അവിടെയും കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരണം പിടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അങ്ങനെ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ പലതുമുണ്ട്. സംസ്ഥാനങ്ങൾ അവരുടേതായ നിലയ്ക്ക് അവിടുത്തെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതാത് സർക്കാരുകൾക്കെതിരായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പ്രാദേശിക നേതാക്കളുടെ, സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ഭരണത്തിലേറുന്ന കാഴ്ച കണ്ടു. അപ്പോൾ അത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളും നീങ്ങണം എന്നതാണ് ഈ ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയില്ലെങ്കിലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. പ്രാദേശികമായി അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ വിഷയങ്ങൾ രൂപപ്പെടുത്തി, തന്ത്രങ്ങൾ രൂപപ്പെടുത്തി, ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ്, ഓരോ തന്ത്രങ്ങളാണ്. അതിനനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റി ഓരോ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറയുകയാണ്. ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ ഏതാണ്ട് ചുരുങ്ങിയത് 1 വർഷം മുൻപെങ്കിലും പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്നാണ് ഖാർഗെ പറയുന്നത്. അതിനനുസരിച്ച് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ടീം അവിടെ എത്തും, അതിനുള്ള സഹായങ്ങൾ ചെയ്യും. അത്തരത്തിൽ 1 വർഷം മുൻപ് തന്നെ അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഭരണം നേടാൻ കഴിയൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്, ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഡൽഹിയിലും ബീഹാറിലും ഇപ്പോഴേ തന്നെ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ KC വേണുഗോപാൽ പറയുന്നത് 5 വർഷത്തേക്ക് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും എന്നാണ്. അത് അനിവാര്യമാണ്. കാരണം മഹാരാഷ്ട്രയും ഹരിയാനയും കോൺഗ്രസിൻ്റെ കൈവെള്ളയിൽ ഇരിക്കേണ്ട 2 സംസ്ഥാനങ്ങളാണ്. പ്രത്യേകിച്ചും ഹരിയാന, അവിടെ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം അലയടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് കോൺഗ്രസ് അവിടെ 3/2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നാണ്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇരുന്നതുമൊക്കെ. പക്ഷേ ഫലം വന്നപ്പോൾ കോൺഗ്രസ് വീണ്ടും 37 സീറ്റുകളുമായിട്ട് പ്രതിപക്ഷത്തായി. എന്നാൽ തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. വോട്ട് ശതമാനത്തിലെ വ്യത്യാസം നോക്കിയാൽ BJPയും കോൺഗ്രസും തമ്മിൽ 0.1% താഴെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. അത്തരമൊക്കെ അനുകൂല ഘടകങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ വിജയത്തിലേക്ക്, ഈ അനുകൂല ഘടകങ്ങളൊന്നും തന്നെ വിജയത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസ് തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ 45 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. മുൻ പ്രതിപക്ഷ നേതൃപദവി കോൺഗ്രസിനായിരുന്നെങ്കിൽ ഇപ്പോൾ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും താഴെയായിട്ട്, ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് 20 സീറ്റാണുള്ളത്. പ്രതിപക്ഷത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അവരാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമതാണ് കോൺഗ്രസ് ഉള്ളത്. കോൺഗ്രസിന് 16 സീറ്റുകൾ മാത്രമാണ് അവിടെ ലഭിച്ചത്. അത്തരത്തിൽ തകർന്നടിഞ്ഞ ഒരു കോൺഗ്രസിനെ അവിടെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ എങ്ങനെയാണൊരു പാർട്ടിയുടെ ഒരു പുനരുജ്ജീവനം എന്ന കാര്യങ്ങൾ കൂടി ചർച്ചയാവുന്നുണ്ട്. കാരണം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ തന്നെ ഒരു ആത്മവിശ്വാസവും ഒക്കെ തന്നെ അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഒരു മാനസികമായ ഒരു ധൈര്യം അവർക്ക് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിലുള്ളൊരു തോൽവിയാണ് സംഭവിച്ചത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് അവിടെ ശക്തമായ പ്രവർത്തനം നടന്നു എന്നാണ് ഇന്നലത്തെ യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. എങ്കിൽ പോലും അവിടെ വലിയൊരു തോൽവി നേരിടേണ്ടി വന്നു. അത്തരത്തിൽ കോൺഗ്രസ് ഇനി ഇപ്പോൾ ഒരു അഴിച്ചുപണിയിലേക്ക് അല്ലെങ്കിൽ ഒരു റീഷഫിളിലേക്ക് ഒക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള ഒരു ആവശ്യകത പാർട്ടിക്കുണ്ടെങ്കിൽ മാത്രമേ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് പോകാൻ കഴിയൂ, വിജയിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിൽ, ഈ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം, പ്രത്യേകിച്ച് കോൺഗ്രസ് ഒക്കെ ഭേദപ്പെട്ട പ്രകടനം നടത്തിയിരുന്നു. അതിന് പിന്നാലെ വന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് ഈ കാലിടറുന്ന കാഴ്ച കാണുന്നത്. അതിനെ ഈ EVMകളുടെ അട്ടിമറി എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാമെങ്കിൽ പോലും അതിനും അപ്പുറമായിട്ട് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, സംഘടനാ പ്രശ്നങ്ങൾ ഒക്കെ തന്നെയുണ്ട്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഈ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ ശത്രുക്കൾ നമ്മൾ തന്നെയാണ്, കോൺഗ്രസിന്റെ ശത്രുക്കളുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ തന്നെയാണ്, ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ തന്നെയാണ്, നമ്മളെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു, നമ്മൾ നമ്മളെ തന്നെ ഇകഴ്ത്തി സംസാരിക്കുന്നു, പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ തന്നെ പല സമയങ്ങളിലും പലയിടത്തും, പ്രത്യേകിച്ചും ഹരിയാനയിലൊക്കെ അത്തരത്തിലുള്ള പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നിപ്പുകൾ ഉണ്ടായിരുന്നു. ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെയും ഒപ്പം തന്നെ കുമാരി ഷെൽജയുടെയും നേതൃത്വത്തിൽ അവിടെ 2 ധ്രുവങ്ങളിലായിട്ടാണ് പാർട്ടി പ്രവർത്തിച്ചത്. കുമാരി ഷെൽജ അവിടെ PCC അധ്യക്ഷയായിരുന്നു മുൻപ്. അവർ പിന്നീട് MP ആയിട്ട് മാറിയപ്പോൾ അവരെ അവിടെ നിന്ന് ഒതുക്കുന്ന കാഴ്ച കണ്ടു. അവരൊരു പിന്നോക്ക വിഭാഗ നേതാവും ഒക്കെയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് അവിടെ പാർട്ടിക്ക് തിരിച്ചടിയായിട്ട് വന്നത്. ഇതൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒരു ശക്തമായ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന സന്ദേശമാണ് ഇന്നലത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ അധ്യക്ഷൻ നൽകുന്നത്. അത് പാർട്ടിക്ക് അനിവാര്യവുമാണ്. അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ കോൺഗ്രസ് തകർന്നടിയും. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ വേണമെങ്കിൽ ഇപ്പോഴേ കോൺഗ്രസ് ശക്തമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ.